ഹായ് ഹലോ, ഞാൻ അഖില. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഞാൻ വരച്ച് വെച്ചിരിക്കുന്ന പോലത്തെ ഒരു എംബ്രോയ്ഡറി ആണ്. അപ്പോൾ അതിലൊരെണ്ണം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാര്യം അതെങ്ങനെയാണ് ചെയ്യുന്നത്, ഈ ഒരു രീതിയിലാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുന്നത്. 2 സ്റ്റിച്ചസ് ആണ് ഉൾപ്പെടുത്തിയേക്കുന്നത്. ഒരെണ്ണം നമ്മുടെ വിപ്ഡ് ബാക്ക് സ്റ്റിച്ചും ഒരെണ്ണം നമ്മുടെ ലീഫ് സ്റ്റിച്ചും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. അപ്പോൾ അതേ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റിച്ച് നമ്മൾ ബാക്ക് സ്റ്റിച്ചാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ 3 അഴ നൂലാണ് ഞാൻ കോർത്തെടുത്തേക്കുന്ന സൂചിയിൽ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് കോർക്കണമെന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ മുമ്പുള്ള വീഡിയോകളിലൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഞാൻ കുറേ വീഡിയോകൾ ഞാനിതിൽ പിൻ ചെയ്ത് കൊടുക്കാം, നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് വീഡിയോസ്. അപ്പോൾ അതിലേതെങ്കിലുമൊക്കെ കണ്ടു നോക്കുക. അപ്പം മനസ്സിലാവും എന്തായാലും ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ. അപ്പോൾ ഇതേപോലെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്ക് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്കത് വിപ്ഡ് ബാക്ക് സ്റ്റിച്ച് ആവണമെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ കൂടെ നൂലിടണം, അതായത് നമ്മൾ ചെയ്ത സ്റ്റിച്ചിനുള്ളിൽ കൂടെ. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുത്തൊന്ന് കുത്തിയെടുക്കുക. ആദ്യം ലെഫ്റ്റ്, പിന്നെ റൈറ്റ്. നിങ്ങൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതനുസരിച്ച് ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, റൈറ്റ് ആണെങ്കിൽ റൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഉള്ളിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിനുള്ളിൽ കൂടെ ഇങ്ങനെ നൂല് കയറ്റി കംപ്ലീറ്റ് ഫില്ല് ചെയ്തെടുക്കുക. ഇങ്ങനെ കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ വിപ്ഡ് ബാക്ക് എന്ന് പറഞ്ഞ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് ചെയ്യുന്നത് ആ ഒരു ലീഫ് സ്റ്റിച്ചാണ്. ഫസ്റ്റ് ടൈമായിട്ട് ചെയ്യുന്നൊരു ലീഫ് സ്റ്റിച്ചാണ് കേട്ടോ. ഞാനിത് എംബ്രോയ്ഡറികളൊന്നും ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ല വീഡിയോയിലൊന്നും. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കാണുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ സെൻറ്ററിൽ നിന്ന് കുത്തിയെടുത്തിട്ട് ഫസ്റ്റ് ഞാൻ ആദ്യം എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് കേട്ടോ ഞാൻ കുത്തിയെടുത്തത്, അതായത് നമ്മുടെ ലീഫിൻ്റെ കറക്റ്റ് സെൻറ്ററിലേക്ക്. ഇനി നമ്മൾ അടുത്തത് റൈറ്റ് സൈഡിലേക്കാണ് കുത്തിയെടുക്കേണ്ടത്. അത് അടിയിൽ നിന്ന് കുത്തിയിട്ട് നമ്മൾ മേളിൽ ആ ലീഫിൻ്റെ കോർണർ പോർഷനിൽ നിന്നിലേക്ക് കുത്തിയെടുക്കുക. കണ്ടോ, ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അത് നമ്മൾ നേരെ ആദ്യം കുത്തിയ സ്ഥലത്തേക്ക്, അതായത് നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ ഈ ഒരു രീതി ലീഫിൻ്റെ കറക്റ്റ് ഷേപ്പ് ആദ്യം ഒന്നുകിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോവുക. അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡ്, റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡ്, ആ ഒരു രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും, ഞാൻ പറയുന്നതിനെക്കാട്ടി കൂടുതലും ഈ ചെയ്യുന്ന കാണുമ്പോൾ മനസ്സിലാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കുക. വരും ദിവസങ്ങളുള്ള വീഡിയോകളിലൊക്കെ ഞാൻ ഈ ലീഫിൻ്റെ ഡിസൈനൊക്കെ ഞാൻ 1-2 തവണ ഞാൻ ചെയ്ത് കാണിക്കുന്നതായിരിക്കും കേട്ടോ. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് വിഷമം വിചാരിക്കേണ്ട, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഒരു ലീഫ് ഫുള്ള് ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഈ ലീഫുകളുടെ ഇടയിൽ ഗ്യാപ്പ് വരാൻ പാടില്ല. അതേപോലെ തന്നെ ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരും റൈറ്റിലാണോ ലെഫ്റ്റിലാണോ കുത്തുന്നതെന്ന്. അപ്പോൾ ഞാൻ ഒത്തിരി നാളായി ഈ ഒരു ലീഫ് എംബ്രോയ്ഡറി ചെയ്തിട്ട്, അപ്പോൾ എനിക്കും വേണമെങ്കിൽ ചിലപ്പോൾ മിസ്റ്റേക്ക് പറ്റാം കേട്ടോ. അത് കാരണം ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ കുത്തിയത് മാറിപ്പോയി എന്ന് തോന്നുന്നു, കാരണം ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാട്ടോ ഞാനത് ശ്രദ്ധിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞാണ് നമ്മൾ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കണത്. അപ്പോൾ അതെനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. അപ്പോൾ ഇങ്ങനെ മിസ്റ്റേക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ കറക്റ്റ് സൈഡുകളിലായിട്ട് കുത്തിയെടുക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഈ ഒരു ലീഫ് എംബ്രോയ്ഡറി എപ്പോഴും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നത് നമ്മൾ വലിയ ലീഫുകളിൽ ചെയ്ത് പഠിക്കുക. ഇതുപോലെ ചെറിയ ലീഫിൽ ചെയ്യുന്നതിനെക്കാട്ടി ഭംഗി വലിയ ലീഫിൽ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചുള്ള ലീഫിലൊക്കെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഭംഗി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഫിനിഷിങ് ആ ഒരു ലീഫിന് കിട്ടണം എന്നില്ല. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുമ്പോൾ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലീഫിൽ, അതായത് നമ്മളൊരു ലീഫ് വരയ്ക്കുമ്പോൾ ചെറിയൊരു തണ്ട് വന്നിട്ട് ലീഫ് മുകളിലേക്ക് വരയ്ക്കില്ല, അല്ലെങ്കിൽ സൈഡിലേക്ക്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് വരച്ചുള്ളൊരു ലീഫിൽ ചെയ്ത് പഠിക്കാം. അതിന് ശേഷം മതി ഇതുപോലെ ചരിഞ്ഞ് വരുന്ന ലീഫിലേക്കൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഈ ഒരു ലീഫിൻ്റെ ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് ഒരു ലീഫിന് ഓറഞ്ച് ആണെങ്കിൽ മറ്റേ ലീഫിന് ഗ്രീൻ, അതിൻ്റെ സ്റ്റെമ്മിന് വരുന്നതിന് ഓറഞ്ച് ആണെങ്കിൽ മറ്റേ സ്റ്റെമ്മിന് ഗ്രീൻ, ആ ഒരു രീതിയിലല്ലേ കളർ ഡിഫറൻസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ എളുപ്പത്തിൽ ഓൾ ഓവർ ഡിസൈനായിട്ടൊക്കെ നമ്മുടെ യോക്ക് പോർഷനിൽ ജസ്റ്റ് ഒരു ഓൾ ഓവർ ആയിട്ടൊക്കെ ചെയ്തിട്ട് അതിനിടയിൽ ചെറിയ ബീഡ്സോ ഒക്കെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. നമ്മൾ സെൻറ്ററിലൊക്കെ ഇങ്ങനെ ആ ലീഫിൻ്റെ സെൻറ്ററിലൊക്കെ ചെറിയ ലീഫ് സ്ട്രെയിറ്റ് ആയിട്ട് ചെറിയൊരു 3-4 ബീഡ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടി. അപ്പോൾ ത്രെഡ് മാത്രം ഇഷ്ടമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ബീഡ്സും ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ത്രെഡ് വെച്ചാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ത്രെഡിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബീഡ്സിലൊക്കെ ചെയ്ത് പഠിക്കാം കേട്ടോ.
അപ്പോൾ ഇതേ ആ ഒരു ലീഫ് ഫുള്ള് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുള്ള് ഞാനിത് ചെയ്തെടുക്കുന്നുണ്ട്. കളർ രണ്ടും മിക്സ് ചെയ്തിട്ട് അതെങ്ങനെയാണെന്ന് കാണാം. ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ അത് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കാണാൻ വേണ്ടി. പിന്നെ ഇടയിൽ ഓരോ ബീഡ്സൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കുറച്ചുകൂടെ. അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന എംബ്രോയ്ഡറിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.